Good afternoon. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിന്റെ പോയിന്റ്സുകൾ നമ്മൾ നോക്കി. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഒബ്ജക്റ്റീവ്സ് അല്ലെ. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് അല്ലേ ഇനി നമുക്ക് പറയണ്ടേ അല്ലേ? യെസ്, നമ്മൾക്കറിയാം എന്താണ് ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞ എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെ, എല്ലാ ഓരോ സെക്ഷനിലേക്കും ആവശ്യമായിട്ടുള്ള തുണികളൊക്കെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഡിസ്ഇൻഫെക്ഷൻ നടത്തി അല്ലെ, പ്രോപ്പറായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്ത് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ, നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പേഷ്യൻസിന് കൊടുക്കാനായിട്ട്, ഇൻഫെക്ഷൻ പകരുന്ന റിസ്ക് കുറയ്ക്കാനായിട്ട് അല്ലെ, കൂടുതൽ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെ ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത്യാവശ്യമാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി നോക്കിയാൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്തൊക്കെയാ നോക്കി? The purpose of this department is to provide adequate clean material to the patient and the personnel while ensuring that hygienic conditions are maintained in the process. ഇപ്പൊ എന്താണ് ഒരു പർപ്പസ് എന്ന് പറയുന്നത്? Purpose of this department is to provide adequate എന്ന് വെച്ചാൽ മതിയായിട്ടുള്ള clean material കൊടുക്കുക to the patients and the personals. പേഷ്യൻസിനും അവിടുത്തെ പേഴ്സണൽസ് അവിടുത്തെ സ്റ്റാഫിനും സ്റ്റാഫിനും ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെ ഒരു ക്ലീൻ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ, ക്ലീൻ മെറ്റീരിയൽ കൊടുക്കുക പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ. ഇപ്പൊ പേഷ്യൻസ് ആണെങ്കിൽ അവിടെ ഇരുന്ന ഡ്രസ്സുകള്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബെഡ്ഷീറ്റ്, ഇതൊക്കെ എന്താ അവർക്കിടെ റൂമിൽ ഉപയോഗിക്കുന്ന ടേബിൾ ക്ലോത്ത്, കവറിങ്, ഇങ്ങനെയുള്ള എല്ലാവരും ക്ലീൻ ആയിട്ട് കൊടുക്കുക. സ്റ്റാഫിനാണെങ്കിലും അവർക്കുടെ യൂണിഫോംസും കാര്യങ്ങളും ഒക്കെ എന്താ ക്ലീൻ ആക്കി കൊടുക്കുക. അതാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു. അപ്പൊ പേഷ്യൻസിനും സ്റ്റാഫിനും ക്ലീൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, to provide adequate clean material to the patient and the personnel while ensuring that hygienic conditions are maintained in this process. എന്താ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, ആ ഒരു പ്രോസസ്സിന് ഹൈജീനിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നോക്കിയേ, the major objectives of the department are the following. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? മൂന്ന് പോയിന്റ്സ് നോട്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റത്തെ എന്താ? ടു മെയിൻറ്റെയിൻ എ കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. അപ്പൊ ഒന്നാമത്തെ എന്താണ് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? എന്താണ്? ടു റീറ്റെയിൻ, നിലനിർത്തുക. ടു റീറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിലനിർത്തുക. എ കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ്, ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും, സോറി കേട്ടോ, ഒരു ചെറിയൊരു ജലദോഷമുണ്ട്, ഇടയ്ക്ക് ഒരു തുമ്മൽ വന്നിട്ടുണ്ട്. ഓക്കെ, നിലനിർത്തുക. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? എന്താ പറയുന്നത്? ടു റീറ്റെയിൻ എ കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ടു പ്രൊവൈഡ് കോൺസ്റ്റന്റ് സപ്ലൈ, ഒരു സ്ഥിരമായിട്ട്. ഇതിപ്പോ എന്താ ഒരു ദിവസം മാത്രം കൊടുത്താൽ മതിയോ? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വേണം അല്ലെ. ഇപ്പൊ റൂമിലേക്കാണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ബെഡ്ഷീറ്റ് കവറുകളൊക്കെ മാറ്റണം, പേഷ്യൻസിന് വേണ്ട ഡ്രസ്സ് കൊടുക്കണം, സ്റ്റാഫിനാണെങ്കിലും എല്ലാ ദിവസവും കൊടുക്കണം. ഒരു കോൺസ്റ്റന്റ് സപ്ലൈ, ഒരു സ്ഥിരമായിട്ടുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക ഈ മെറ്റീരിയൽസിന്റെ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ ടു വേരിയസ് റിക്വയർഡ് ഏരിയാസ് ലൈക്ക് IP, പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓപ്പറേഷൻ തിയേറ്റർ, OPD ഏരിയ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അതർ
ഏരിയാസ്. അപ്പം ഹോസ്പിറ്റലിലെ മറ്റുള്ള ഏരിയകൾ ഏതാ IPD, ഓപ്പറേഷൻ തിയേറ്റർ, OPD ആൻഡ് അതർ ഏരിയാസ്, മറ്റുള്ള ഏരിയകളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ക്വാളിറ്റേറ്റീവ്, ഒരു ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു ഈ മെറ്റീരിയൽസ് കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, സ്ഥിരമായിട്ട് അല്ലെ എല്ലാ ദിവസവും സപ്ലൈ ചെയ്യുക. To provide constant supply of qualitative linen to various required areas like IPD, operation theatre, OPD and other areas. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? To control hospital infections and to retain the quality of care. കണ്ടോ? To control hospital infection control ചെയ്യാം. To control hospital infection control ചെയ്യുക. And to retain the quality of care. And to retain, നിലനിർത്തുക the quality of care, ഗുണനിലവാരമുള്ള ഒരു പരിചരണം, കെയർ നിലനിർത്തുക. To control hospital infections and to retain the quality of care. മൂന്ന് പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അത് 3 ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ അതിനകത്ത് ചോദിക്കാം കേട്ടോ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിക്കാം. ഇനി നോക്കിയേ, some of the main functions of the laundry service are the following. ഇനി എന്തൊക്കെയാണ് ഈ ലോണ്ടറി എന്ന് പറഞ്ഞാൽ അലക്കുക, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് നോക്കിയേ, to collect or receive soiled and infected linen from different places. ഹോസ്പിറ്റലിലെ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മലിനമായ സോയിൽ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള. ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള, അപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന ലിനൻ ഉണ്ടല്ലോ, അതാണ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലിനൻ കളക്ട് ചെയ്യുക, റിസീവ് ചെയ്യുക. To collect, receive soiled and infected linen from different places. Okay. രണ്ടാമത്തെ നോക്കിയേ, to process the soiled linen, which includes sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. ഇനി അടുത്ത് നോക്കിയേ, the process the soiled linen, അതായത് നമ്മൾ എന്താണ് ആ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനൻ, അത് എന്താ അതിന്റെ പ്രോസസ്സിങ്, പ്രോസസ്സ് അതിനകത്ത് എന്തൊക്കെയാന്ന് നോക്കിയേ, അവിടെ സോർട്ട് ചെയ്യും. ആദ്യം എന്താ ചെയ്യുന്നേ? സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ തരം തിരിക്കും, ഓരോന്നും തിരിച്ചു വെക്കും. സോർട്ടിങ് നമ്മളെ വീട്ടിൽ എങ്ങനെയാ നമ്മളെ തുണികളൊക്കെ എങ്ങനെ എടുക്കുന്നത്? എല്ലാം കൂടി ഒരുമിച്ച് മെഷീനിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നേ. ആദ്യം നമ്മൾ ഓരോ തുണികളെയും സെപ്പറേറ്റ് ചെയ്യും അല്ലെ. വൈറ്റ് ഉള്ളതൊക്കെ വേറെ മാറ്റി വെച്ചു, കളറുകളൊക്കെ വേറെ മാറ്റി വെച്ചു, നല്ല ഡ്രസ്സുകൾ വേറെ മാറ്റി വെച്ചു അല്ലെ. നമ്മള് ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ വേറെ, അങ്ങനെയല്ലേ നമ്മൾ മെഷീനിലാണെങ്കിലും ഇട്ട് വാഷ് ചെയ്യുന്നത്? എല്ലാം കൂടി ഒരുമിച്ച് കട്ട പിടിച്ചിടുകയാണ് ചെയ്യുന്നേ അല്ലേ. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും, സോർട്ട് ചെയ്യും. ആദ്യം അതിനെ അടക്കി വെക്കും, ഓരോന്നിനെ തരം തിരിക്കും, സെപ്പറേറ്റ് ചെയ്യും. ആഡ് നോക്കിയ നെക്സ്റ്റ് പ്രോസസ് എന്താ? സ്ലൂസിങ് എന്ന് വെച്ചാൽ കഴുകുക. എന്നിട്ട് അതിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യും. അതാണ് സ്ലൂസിങ്, SLUICING, കഴുകുക. അടുത്ത് നോക്കിയേ, ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലതിൽ വല്ല ബ്ലഡിന്റെ അംശമോ കറകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവിടെ ഡിസിൻഫെക്റ്റന്റ് നമ്മൾ ഉപയോഗിച്ച്, അതായത് ബ്ലീച്ചിലൊക്കെ നമ്മൾ ഇടാറില്ലേ, ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ കറയോ കരിമ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്ലീച്ചില് അത് സോക്ക് ചെയ്ത് വെക്കും അല്ലെ. അതിനുശേഷം നമ്മളൊന്ന് വാഷ് ചെയ്തിട്ടാണ് മെഷീനിലേക്ക് ഇടുന്നത്. അങ്ങനെയല്ലേ ചെയ്യാറ് അല്ലേ? അതിന് എന്ത് ചെയ്യും? ഡിസിൻഫെക്റ്റിംഗ്. അതായത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ, നമ്മള്
അത് ഈ അതിനകത്തുള്ള കറകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലീച്ചിലൊക്കെ ഇട്ട് വെക്കുന്ന അതാണ് ഡിസിൻഫെക്റ്റിംഗ്. അടുത്ത വാഷിംഗ്, അതെന്ത് ചെയ്യുന്നു? വാഷ് ചെയ്യും. എക്സ്ട്രാക്റ്റിംഗ്, അതിനെ ഓരോന്നും വേർതിരിച്ചെടുക്കും. എക്സ്ട്രാക്റ്റിംഗ്, വാഷ് ചെയ്തിട്ട് വേർതിരിക്കും. ഓക്കെ, അത് ഓരോന്നും അലക്കും. ഡിസിൻഫെക്ഷൻ നടത്തിയിട്ട് വാഷിംഗ് നടത്തും. അതായത് അതിനെ വാഷ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ചെയ്യും, അതിനെ വേർതിരിക്കും. എന്നിട്ട് നോക്കി കണ്ടീഷനിങ്. കണ്ടീഷനിങ് എന്ന് പറയാ സ്റ്റിഫ് ആയിരിക്കാൻ വേണ്ടി. ചില തുണികളൊക്കെ നല്ല സ്റ്റിഫ്നെസ് നിലനിർത്താൻ വേണ്ടി നമ്മൾ കംഫർട്ടിലൊക്കെ മുക്കൂലേ? നിങ്ങൾ എന്താ ചെയ്യുന്നേ? സ്റ്റിഫ് ആയിരിക്കാനായിട്ട് എന്താ ചെയ്യാറ്? കംഫർട്ടിൽ മുക്കും, കഞ്ഞിവെള്ളം മുക്കും ചിലര്, അല്ലെ? നല്ല അതുപോലെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സൊല്യൂഷനിലൊക്കെ മുക്കുന്നതാണ്. അതിനെ വേർതിരിച്ചിട്ട് ഏതൊക്കെയാണോ അങ്ങനെ അത് ഇപ്പൊ നമ്മൾ അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റിഫ് ആയിരിക്കേണ്ട അങ്ങനെയുള്ളതിനെ എന്ത് ചെയ്യുന്നു? ആ ഒരു സൊല്യൂഷനില് ഇപ്പൊ കംഫർട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ആ ഒരു കഞ്ഞിവെള്ളമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? അതിന് മുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും? അത് ഉണക്കിയിട്ട് അതിനെ അയൺ ചെയ്യും, അതിനെ തേക്കും. തേച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പ്രസ് ചെയ്യും. തേച്ച് കഴിഞ്ഞ് ഓരോന്നും മടക്കി മടക്കി വെക്കും. നമ്മളും അങ്ങനെയല്ലേ? അല്ലെ? ഇത് ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ കുറെ ചെയ്യുന്ന അയൺ ചെയ്തിട്ട് എല്ലാം കൂടിയും വേറെ വലിച്ചു വാരി ഇടുകയാണോ ചെയ്യുന്ന? അയൺ ചെയ്യുമ്പോ അയൺ ചെയ്തിട്ട് ഓരോന്നും നമ്മൾ അത് മടക്കി മടക്കി വെക്കും, പ്രസ് ചെയ്യും. ആൻഡ് ഫോൾഡിങ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഫോൾഡ് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മൾ ആ പ്രോസസ്സ് പറയുന്നത് കേട്ടോ. ദ പ്രോസസ് ദ സോയിൽഡ് ലിനൻ എന്തൊക്കെയാണ്? സോർട്ടിങ്, സ്ലൂസിങ്, ഡിസിൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. ടു ഇൻസ്പെക്ട്, ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. ആൻഡ് റിപ്പയർ, റിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ നന്നാക്കുക. എന്താ? ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന തുണികളിലൊക്കെ ചിലത് വേണമെങ്കിൽ എന്താ ഡാമേജ്ഡ് ആവാം, അല്ലെങ്കിൽ ചിലത് കീറിപ്പോകാം, ആ സ്റ്റിച്ച് വിട്ടിട്ടുണ്ടാവും, അല്ലെ? ചില ഡ്രസ്സുകളുടെ ഒക്കെ ആണെങ്കിൽ കോട്ടോ അതൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോ അത് സ്റ്റിച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പൊ അത് അങ്ങനെ എല്ലാം കഴുകി അലക്കി മടക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യും? ആ ഡാമേജ്ഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും? അവര് റിപ്പയർ ചെയ്യും. കണ്ടോ? അതായത് തയ്ക്കാനുള്ളതാണെങ്കിൽ തയ്ച്ച് അത് അല്ലെങ്കിൽ അത് നമ്മളിപ്പോ തീരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല, ചീത്തയായി, അങ്ങനെയാണെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യുന്നു? വേറെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, to inspect and repair damaged materials and replace them. Clear ആണോ? മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, to distribute clean linen to the respective user department as needed. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നു? to distribute, അത് വിതരണം ചെയ്യും. എന്താ? ക്ലീൻ ലിനൻ, അത് അലക്കി മടക്കി വെച്ചിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ലിനൻ അതിന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആവശ്യം, അല്ലെ? linen to the respective user department, അതിനോട് ബന്ധപ്പെട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യും. അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, ടു മെയിൻറ്റെയിൻ ദ കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. ടു മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. ആൻഡ് ദ കൺട്രോൾ ദ ഇൻവെന്ററീസ്, വിവര പട്ടികകള് അതിനെ കൺട്രോൾ ചെയ്യുക. ആൻഡ് പ്രോസസ്ഡ് ലിനൻ, അപ്പൊ ആ ഇത് ആ എത്ര ഐറ്റംസ് നമ്മളിപ്പോ എന്താ പറയാ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്തു, അല്ലെങ്കിൽ എത്ര എണ്ണം നമ്മളിപ്പോ അത് ഓരോത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അങ്ങനെ മൊത്തം ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വിവര പട്ടികകൾ, ഇൻവെന്ററി എന്ന് വെച്ചാൽ സ്റ്റോക്ക്, ആ സ്റ്റോക്കിന്റെ സ്റ്റോക്ക് എത്ര ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അത് എന്താ പറയാ അതിനെ ആ ഇൻവെന്ററി സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ലിനൻ പ്രോസസ് ചെയ്ത ലിനൻ കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് അലക്കി വെച്ചത് ഓരോ ആവശ്യാനുസരണം തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ കൊടുക്കുക. ആറാമത്തെ നോക്കിയേ, റീറ്റെയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. എന്താ? ആ ഡിപ്പാർട്ട്മെന്റിൽ ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്ന രജിസ്റ്ററുകള്, എന്ത് ചെയ്യുക? അത് റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. To retain different types of registers in the department. To retain different types of registers in the department.
ക്ലിയർ അല്ലേ? അപ്പൊ അതൊക്കെയാണ് എന്താ പറയാ ഫങ്ഷൻസ് പറഞ്ഞേക്കട്ടെ. അപ്പൊ അതിനകത്ത് നമുക്ക് ചോദിക്കാം ഫങ്ഷൻസിന് വല്ല ഇൻക്ലൂഡ് ചെയ്യണോ? ഫിഫ്ത്തും സിക്സ്ത്തും ഒന്നും കൂടെ. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ടു മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിലനിർത്തുക. എന്താ നിലനിർത്തണ്ടേ? ആ ഇൻവെന്ററി എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പൊ അതായത് ആ ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം തുണികൾ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്, എത്രത്തോളം വാഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ ഒക്കെ ഒരു സ്റ്റോക്ക് ഇല്ലേ? ആ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ലിസ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അവിടുത്തെ പ്രോസസ് എന്ന് വെച്ചാൽ എന്താ? ആ പ്രോസസ്സ് നടത്തിയത്, അതായത് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുള്ള തുണിത്തരങ്ങളില്ലേ, അതിന്റെ സ്റ്റോക്ക് ഉണ്ടോ? അതിന്റെ സ്റ്റോക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് വേണം അവിടെ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എത്ര ഡിപ്പാർട്ട്മെന്റിൽ എന്തോരം ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്തു, അത് എത്രത്തോളം നമ്മൾ അത് ക്ലീൻ ആക്കി, ആ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് എത്രത്തോളം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഇനി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ടോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻവെന്ററി സ്റ്റോക്കുകളും നമ്മൾ എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യണം. ആറാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? റീറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഒരു രജിസ്റ്റർ മാത്രമായിരിക്കും അവിടെ അല്ലെ? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്തതുണ്ടാവും, നമ്മളെ പ്രോസസ്സിങ്ങിന് ഉണ്ടാവും, അവിടുത്തെ മെഷീൻസുകള് അതിന്റെ ഉണ്ടാവും, നമ്മള് ഡിറ്റർജൻസ് കാര്യങ്ങൾ മേടിക്കുന്ന അതിന്റെ വല്ല ലിസ്റ്റ് ഉണ്ടാവും അല്ലെ? സ്റ്റാഫുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കുറെ രജിസ്റ്ററുകൾ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട്, ആ ഒരു ലോണ്ടറി ലിനൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള രജിസ്റ്ററുകളും നിലനിർത്തുക. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? അത് നിലനിർത്തുക, റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ഇനി അടുത്ത നോക്കിയേ, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു മാനേജ് ടെക്നിക്കൽ ഫംഗ്ഷൻ ഡിറ്റർമിനിങ്. അതൊന്ന് കറക്റ്റ് ചെയ്തേ. DETERMINING, determining. DETERMINING, determining. Determining of the type of linen to be purchased, the quantity of the material in stock, etc. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്? ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ്. അവിടുത്തെ ടെക്നിക്കൽ ഫങ്ഷൻസ് എല്ലാം, അതായത് നമ്മളിപ്പോ മെഷീൻസ് സാധനങ്ങളാണെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങളാണെങ്കിലും നമുക്ക് പവറിങ്ങിന്റെ ഇലക്ട്രിസിറ്റി അതൊക്കെ വേണം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാ ടെക്നിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് മാനേജ് ചെയ്യുക. പിന്നെ ഏത് ടൈപ്പ്, ഡിറ്റർമിൻ എന്ന് വെച്ചാൽ എന്താ? നിർണയിക്കുക. ഏത് തരത്തിലുള്ള ലിനനാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്യണം, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്, ആ സ്റ്റോക്കിലുള്ള മെറ്റീരിയൽ, സ്റ്റോക്കുള്ള മെറ്റീരിയൽ, അതിന്റെ അളവ്, ഇതൊക്കെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. അതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുക, ഏത് തരത്തിലുള്ള ലിനനാണ് പർച്ചേസ് ചെയ്യേണ്ടത് അത് നിർണ്ണയിക്കുക, പിന്നെ ആ സ്റ്റോക്കുള്ള ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്, ആ സ്റ്റോക്കുള്ള മെറ്റീരിയൽ അതിന്റെ ക്വാളിറ്റി അല്ലെ? ക്വാണ്ടിറ്റി, സോറി ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി, അതിന്റെ അളവ്, അതും എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക, എക്സെട്ര. അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റിക്വയർമെന്റ്സ് ഫോർ ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയ. ഇപ്പൊ നോക്കിയേ, പല ഏരിയയിലേക്കുമുള്ള ലിനൻ തുണിത്തരങ്ങള് ഒരുപോലെ ആയിരിക്കുമോ തുണികള്? ഇപ്പൊ ഒരു സർജിക്കൽ ഇത് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ഡെലിവറി അങ്ങോട്ടേക്കൊക്കെ കൊടുക്കുന്ന തുണിത്തരങ്ങളാണോ സാധാരണ ഒരു വാർഡിലേക്ക് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ആ വാർഡിലേക്ക് കൊടുക്കുന്ന ടൈപ്പ് ആ തരത്തിലുള്ള തുണിത്തരങ്ങളായിരിക്കുമോ നമ്മൾ ലാബിലേക്ക് കൊടുക്കേണ്ടത്? പല ഏരിയകളിലും ആ പലതരത്തിലുള്ള തുണി ഐറ്റംസ് ആയിരിക്കും വേണ്ടത് അല്ലെ? അതിന്റെ റിക്വയർമെന്റ്സ് വ്യത്യാസപ്പെടാം. റിക്വയർമെന്റ്സ് ഫോർ ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയാസ്. റിക്വയർമെന്റ്സ് ഫോർ ലിനൻ വേരി, വ്യത്യാസപ്പെടുന്നു, ഇൻ വേരിയസ് ഏരിയ, പല ഏരിയകളിലേക്കുമുള്ള തുണികളുടെ റിക്വയർമെന്റ്സ്, ആവശ്യം എന്താണ്? വ്യത്യാസപ്പെടുന്നു. ആൻഡ് ദ ഹോസ്പിറ്റൽ നീഡ് ടു പ്രൊവൈഡ് എ സഫിഷ്യന്റ്
quantity of linen for circulation as well as a rest period in storage. Okay, and the hospital needs to provide, hospital need to provide a sufficient quantity of linen. വേണ്ടേ, ആവശ്യത്തിനുള്ള തുണിത്തരങ്ങൾ വേണ്ട അങ്ങോട്ട്. നമുക്ക് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഇപ്പൊ നമ്മളൊരു നമ്മുടെ ഒരു റൂമിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ ഓൾറെഡി ബെഡിൽ ഇടണം അല്ലെ, ഒരെണ്ണം ബെഡിൽ ഇടണം, ഒരെണ്ണം നമ്മൾ എന്താ പറയാ, നമ്മൾ ഒരെണ്ണം അത് മാറ്റുമ്പോ ഇടാനായിട്ട് റെഡിയാക്കി വെക്കണം. അതിന്റെ ഒരു സർക്കുലേഷൻ, അതായത് ഇപ്പൊ നമ്മൾ ഒരെണ്ണം നമ്മൾ വീട്ടിലാണെങ്കിലും ഇപ്പൊ എന്തോ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ എടുത്ത് കഴുകി ഉണക്കിയിട്ട് അത് തന്നെയാണോ നമ്മൾ വിരിക്കുന്നത്? ആണോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അത് കഴുകി ഉണക്കിയിട്ട് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണോ? നമ്മൾക്ക് എന്താ, അത് സർക്കുലേഷന് വേണ്ടിയിട്ട് അല്ലേ. അടുത്തത് നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോ എക്സ്ട്രാ വേണം അല്ലെ, ആ സർക്കുലേഷൻ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആവശ്യത്തിനുള്ള ഇത് സഫിഷ്യന്റ് ക്വാണ്ടിറ്റിയിലുള്ള തുണിത്തരങ്ങൾ വേണം. അതായത് ഇപ്പൊ നമുക്ക് അവിടെ ലാസ്റ്റ് പറയുന്നുണ്ട് നമുക്ക് 6 സെറ്റോളം വേണം എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ ഒരെണ്ണം നമുക്ക് വാഷിങ്ങിന് കൊണ്ടുപോകും, ഒരെണ്ണം ഇടാനായിട്ട് ഒരെണ്ണം എക്സ്ട്രാ, അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ നമുക്ക് ആ സർക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയില്, ആ സഫിഷ്യന്റ് ക്വാണ്ടിറ്റിയില് എന്ത് വേണം, ആ തുണിത്തരങ്ങള് അവിടെ വേണം. ആസ് വെൽ ആസ് ദ റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്. റെസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മൾ എപ്പോഴും അവിടെ കരുതിയിരിക്കണം അല്ലെ. ഒരെണ്ണം പെട്ടെന്ന് ഇതായി കഴിഞ്ഞാലും നമുക്ക് എന്താ, അത് പെട്ടെന്ന് മാറ്റാനായിട്ട് അലക്കി ഉണക്കി വെച്ചേക്കുന്ന ഒരെണ്ണം അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്തത് ലൊക്കേഷൻ. എക്സ്ട്രാ, അത് തന്നെ, നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം അവിടെ വെക്കണം. അല്ലാതെ അത് മാറ്റിയിട്ട് നമുക്ക് പറ്റില്ല. എക്സ്ട്രാ നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്കും ഇടാനായിട്ട് കരുതി വെക്കണം. എന്താ പറഞ്ഞ, ആ സഫിഷ്യന്റ് ക്വാണ്ടിറ്റിയില് എന്ത് വേണം, തുണിത്തരങ്ങൾ വേണം. എന്തിനാ? ഫോർ സർക്കുലേഷൻ, ആ സർക്കുലേഷന് ആവശ്യമായിട്ടുള്ളത്. ഇനി നോക്കിയേ, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ദ ലോണ്ടറി ഷുഡ് ബി ലൊക്കേറ്റഡ് in an area that has a sufficient daylight and natural ventilation. The laundry should be located in an area that has sufficient daylight and natural ventilation. അപ്പൊ ഈ ലോണ്ടറി ആൻഡ് ലിനൻ ആ സർവീസ് അതിന്റെ ഏരിയ എവിടെയായിരിക്കണം? ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം? സഫിഷ്യന്റ് ഡേലൈറ്റ്. ഇത് നമ്മുടെ തുണികള് കഴുകി ഉണങ്ങാനായിട്ട് ആവശ്യത്തിന് സൂര്യപ്രകാശം വേണ്ടേ അല്ലേ? നമുക്ക് നല്ല വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കുമല്ലേ, സഫിഷ്യന്റ് ലൈറ്റ് കിട്ടുന്ന, ഡേ ലൈറ്റ് കിട്ടുന്ന, സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിലെ ഡിപ്പാർട്ട്മെന്റ് വെക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സർവീസ് വെക്കുമായിരിക്കും ഏറ്റവും അഭികാമ്യം അല്ലെ. നമ്മളൊരു എന്താ പറയാ, ഒരു വെയിലൊന്നും ഇല്ലാത്തടത്തൊന്നും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല അല്ലെ. നിറച്ച് മരങ്ങളും തണലും ഒക്കെ ആണെങ്കിൽ നമുക്ക് തുണി ഉണങ്ങി കിട്ടൂല അല്ലെ. അപ്പൊ അതിന് വേണ്ടി എന്ത് വേണം? സഫിഷ്യന്റ് ഡേ ലൈറ്റ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ. നാച്ചുറൽ വെന്റിലേഷൻ, വായു മാർഗങ്ങളും വേണം അല്ലെ. നമുക്ക് നല്ല കാറ്റും ഇതൊക്കെ വേണം. ഇവിടേക്ക് നമുക്ക് നമ്മളാണെങ്കിൽ തുണി അലക്കി ഇടുമ്പോ അങ്ങനെയല്ലേ, നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇടുമ്പോ നമ്മൾ കാറ്റും ടോപ്പ് ഓഫ് ബിൽഡിംഗ്, ഇത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ബിൽഡിങ്ങിന്റെ ടോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാ സ്ഥലം ഉള്ളതെന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ച് നമുക്ക് ഇടാം അല്ലെ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, 2 കണ്ടീഷനാണ്. ഡേ ലൈറ്റ്, സഫിഷ്യന്റ് ഡേ ലൈറ്റ് വേണം, ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇനി typically should be on the ground floor. അപ്പൊ ഏറ്റവും അഭികാമ്യം എവിടെയാ? ലോണ്ടറി ലിനൻ സർവീസ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. It should be on the ground floor of an isolated building situated next to or adjacent to the water and power plant, away from the main service area. അത് ഓരോന്നോരോന്ന് നോക്കിക്കോട്ടോ. ഫസ്റ്റ് എന്താ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ. ഏറ്റവും ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമുക്ക് പാടല്ലേ ഈ തുണികൾ കയറ്റി കൊണ്ടുവരാനും ഇറക്കാനും അതിന്റെ ഓരോ വിഷയസ് കാര്യങ്ങൾ കൊണ്ടുപോകാനും അല്ലെ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ പാടില്ലേ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുവന്ന് വെച്ചാൽ അല്ലെ. അതിനാവശ്യമായിട്ടുള്ള ഡിറ്റർജന്റ് സാധനങ്ങളോ ഇത് സോപ്പ് ഇതൊക്കെ കൊണ്ടുവരാനും ഒക്കെ എളുപ്പം, ആ മെറ്റീരിയൽസ് കൊണ്ടുവരാനും ഒക്കെ എളുപ്പം ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ തന്നെയല്ലേ, ഉണക്കാനും എല്ലാത്തിനും
അപ്പൊ എവിടെയാണ് ഏറ്റവും എവിടെ വെക്കുന്നതായിരിക്കണം? ടിപ്പിക്കലി താരതമ്യേന അത് ഈ ലോണ്ടറി സർവീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരിക്കണം. ഈസ് ആൻ ഐസൊലേറ്റഡ് ബിൽഡിംഗ്. പിന്നെ എങ്ങനെയായിരിക്കണം? ഐസൊലേറ്റഡ് ആയിരിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഇടയിൽ കൊണ്ടുവന്ന് ഇത് വെക്കാൻ പറ്റും നമുക്ക്? ഈ അളക്കലും കഴുകലും ഒക്കെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? അതിനെ എന്ത് ചെയ്യണം? ഒരു ഐസൊലേറ്റഡ് ബിൽഡിംഗ് ആയിരിക്കും. മോർച്ചറിയൊക്കെ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞില്ല, ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം. അപ്പൊ ഇതിനൊരു സെപ്പറേറ്റ് ഏരിയ കൊടുക്കണം. ഇപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. അതൊരു ഐസൊലേറ്റഡ് ബിൽഡിംഗ്, അതിനൊരു വേറൊരു സെക്ഷൻ ആയിട്ട് കൊടുക്കണം. സിറ്റുവേറ്റഡ്, ഇനി എവിടെ സിറ്റുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? നെക്സ്റ്റ് ടു ഓർ അഡ്ജസ്റ്റന്റ് ടു ദ വാട്ടർ ആൻഡ് പവർ പ്ലാന്റ്. കണ്ടോ, എവിടത്തിനോട്? വെള്ളം വേണ്ടേ? അലക്കാനും കഴുകാനൊക്കെ ഉള്ള വെള്ളം വേണ്ടേ? അപ്പൊ ആവശ്യത്തിന് വാട്ടർ പെട്ടെന്ന് വാട്ടറൊക്കെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ടാങ്ക് അതൊക്കെ ചേർന്നുള്ള സ്ഥലമല്ലേ ഏറ്റവും എളുപ്പം. അല്ലാതെ ഇവിടെ നമ്മുടെ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നു, പിന്നെ കുറെ ദൂരത്തിലാണ് വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ വാട്ടർ സോഴ്സ് എങ്കിൽ വെള്ളം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് വാട്ടറിനോടൊക്കെ ചേർന്ന് ആറ്റ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ ഇലക്ട്രിസിറ്റി, സ്റ്റീം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെയാണ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെള്ളമൊക്കെ കിട്ടുന്ന രീതിയിൽ അതിനോട് അഡ്ജസ്റ്റന്റ് ആയിരിക്കണം. എവേ ഫ്രം, പക്ഷെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എവേ ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. ആ മെയിൻ സർവീസ് ഏരിയ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇത് വെക്കാൻ പറ്റുമോ? ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ പറ്റുമോ? അതൊക്കെ കഴുകുന്നതായിട്ട് ഇരുന്നാൽ മതിയോ? അതെങ്ങനെയായിരിക്കും? മെയിൻ ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരമായിരിക്കണം. കണ്ടോ, എവേ ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. ക്ലിയർ ആയല്ലോ കോൺസെപ്റ്റുകളൊക്കെ? ഡേലൈറ്റ് നാച്ചുറൽ വെന്റിലേഷൻ വേണം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ബിൽഡിങ്, ഈ വാട്ടർ പവർ പ്ലാന്റ് അതിനോടൊക്കെ അഡ്ജസ്റ്റന്റ് അടുത്തായിരിക്കണം, എന്നാൽ മെയിൻ സർവീസ് ഏരിയയിൽ നിന്നും കുറച്ച് ദൂരത്തിലായിരിക്കണം. അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ദ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദ എലിവേറ്റേഴ്സ്. ഇനി എങ്ങനെയാ നോക്കിയേ? എങ്ങോട്ട് ചേർന്നായിരിക്കണം? ദ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദ എലിവേറ്റേഴ്സ്. എലിവേറ്റർ എന്ന് പറഞ്ഞ എന്താ? എലിവേറ്റർ എന്താ? ലിഫ്റ്റ് അല്ലെ? ഇത് കൊണ്ടുപോകട്ടെ, അലക്കി കഴുകിയൊക്കെ നമ്മൾ ലിഫ്റ്റ്. അപ്പൊ ലിഫ്റ്റിന്റെ അടുത്താണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ലിഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇത്രയും തുണികളില്ലേ? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാമോ, നമ്മുടെ വീട്ടിലൊരു ദിവസം എന്തോ ഒരു തുണി നമ്മൾ അലക്കണ്ട. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ മുഴുവനും ആലോചിച്ച് നോക്കിയേ, എത്രയോ ഡിപ്പാർട്ട്മെന്റ്, എത്രയോ പേഷ്യൻസ്, എത്രയോ സ്റ്റാഫുകള്, ഇവർക്ക് എല്ലാ ദിവസത്തേക്കുള്ള നമ്മൾ ഇതാക്കി കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ ഒരു ദിവസം തന്നെ എന്തോരം തുണികളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം അലക്കി കഴുകി നമുക്ക് ഒരാൾ തലയിൽ ചുമന്നുകൊണ്ട് പോകാനൊക്കെ പറ്റുമോ? കുറെ ദൂരത്തിലേക്ക് കൊണ്ട് കൊടുക്കാനൊന്നും പറ്റൂല. അപ്പൊ ഏറ്റവും എളുപ്പം എന്താ? എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം. കണ്ടോ, ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദ എലിവേറ്റർ ആൻഡ് മസ്റ്റ് പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് ലിനൻ ടു ഡിഫറെന്റ് ഏരിയ. ഇതിന് എലിവേറ്ററിന്റെ അടുത്തായിരിക്കണം എന്ന് പറഞ്ഞേ. മസ്റ്റ് പെർമിറ്റ് ഈസി മൂവ്മെന്റ്, എളുപ്പമായിട്ടുള്ള ഒരു മാർഗം ഓഫ് ലിനൻ ടു ഡിഫറെന്റ് ഏരിയ, പല ഏരിയയിലേക്ക് ആ ലിനൻ മൂവ്മെന്റിന് എളുപ്പത്തിന് വേണ്ടി, ആ തുണിത്തരങ്ങൾ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. And must permit easy movement of linen to different areas. Okay, clear അല്ലേ? അടുത്ത നോക്കിയേ, ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജ് സ്പെഷ്യലി ഐറ്റംസ് and task with the mainly include disinfection and infection control of normal state linen as well as infected linen. ഇനി നോക്കിയേ, ഇതൊരു ടാസ്ക് തന്നെയല്ലേ ശരിക്കും? ഇപ്പൊ ഇതൊക്കെ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും കുറെ എന്താ പറയാ കണ്ടാമിനേറ്റഡ് ആണല്ലേ, മലിനമായിട്ടുള്ള ഇതൊക്കെയാണ് എടുത്ത് കൊണ്ടുപോയി അവര് സോർട്ട് ചെയ്ത് അലക്കി ഇതൊക്കെ ആക്കി തരുന്നത്. അപ്പൊ അതിനകത്ത് എന്താ, ഇവിടെ നമുക്ക് ആ ഡിസിൻഫെക്ഷൻ അണുനശീകരണം നടത്തണം, ഇൻഫെക്ഷൻ കൺട്രോൾ ഒക്കെ ചെയ്യേണ്ടത് ഒക്കെ ആ ഒരു എന്താ പറയാ അതിനകത്തുള്ള ഒരു ടാസ്ക് ആണ് ശരിക്കും. സ്റ്റെയിൻഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ ഒക്കെ കൈകാര്യം ചെയ്യുക അല്ലെ? അപ്പൊ അവിടെ എന്ത് വേണം? അത് അവിടെ ആ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ത് മാനേജ് ചെയ്യണം?
control of normally stained linen as well as manage especially item that task which mainly include disinfection and infection. രണ്ട് കാര്യങ്ങൾ കൊടുക്കണം. ഡിസിൻഫെക്ഷൻ നടത്തുന്നതും ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതും ഉൾപ്പെടുത്തണം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ടാസ്ക് പറഞ്ഞു നമ്മള് സ്റ്റെയിൻഡ് ലിനനും ഇൻഫെക്റ്റഡ് ലിനനും പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ. ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടാസ്കുകൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അപ്പൊ അവിടുത്തെ ഇതിനകത്ത് ഡിസിൻഫെക്ഷന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇൻഫെക്ഷൻ കൺട്രോൾ, അത് രണ്ടും എന്ത് ചെയ്യണം, ഉൾപ്പെട്ടിട്ടുള്ള എന്താ പറയാ അതുകൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം. should be separate infection area from the reception area. നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, there should be separate infection area from reception area. കണ്ടോ, അതായത് റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇൻഫെക്ഷൻ ഏരിയ സെപ്പറേറ്റ് ചെയ്യണം. ഇത് ഒരുമിച്ച് ആവരുത്, റിസപ്ഷനും ആ ഇൻഫെക്റ്റഡ് ഏരിയയും തമ്മിൽ സെപ്പറേഷൻ വേണമെന്ന്. അതായത് റിസപ്ഷന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇൻഫെക്ഷൻ ഉള്ള തുണികളൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയ വെക്കരുത്. അതിന്റെ ഒരു റിസപ്ഷന് ഒരു സെപ്പറേറ്റ് തന്നെ കൊടുക്കണം. കണ്ടോ, റിസപ്ഷനിൽ നിന്ന് ഇൻഫെക്ഷൻ ഏരിയ സെപ്പറേറ്റ് ചെയ്യണം. There should be sufficient power. എന്ത് വേണം, ആവശ്യത്തിന് പവർ വേണം, കറണ്ട് വേണം. Sufficient quantity of steam വേണം. as well as correct temperature, correct ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്തത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ അല്ലെങ്കിൽ സ്പേസ്, ആവശ്യത്തിനുള്ള സ്പേസുകൾ എന്തിന്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ലോണ്ടറി ലിനൻ സർവീസിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? The basic requirements of the department includes. The basic requirements of the department includes. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നോക്കിയേ, എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഈ ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റിന്? ഫസ്റ്റ് നോക്കിയേ, ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. എന്താണ് ഡീകണ്ടാമിനേഷൻ ഏരിയ? ഒരു അണുവിമുക്തമായിട്ടുള്ള ഏരിയ. എന്തിനാണ്? സ്ലൂസിങ് അല്ലെ, അത് കഴുകാനും ഡിസിൻഫെക്ഷൻ ചെയ്യാനും അണുനശീകരണം നടത്താനും എന്ത് വേണം, ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പിന്നെ ഡിസിൻഫെക്ഷൻ നടത്താൻ പറ്റുമോ? അല്ലെ, അത് അണുനശീകരണം നടത്താനൊക്കെ ആയിട്ട് ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ, ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. സ്ലൂസിംഗ് എന്ന് പറഞ്ഞാൽ കഴുകാനും ഡിസിൻഫെക്ഷൻ നടത്താനുമുള്ള ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. അടുത്ത നോക്കിയേ, ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. വാഷറിനല്ല കേട്ടോ, അത് വാഷിംഗ് ആക്കിക്കോ. വാഷിംഗ് എന്തിനുള്ള ഏരിയ വേണം? റിസീവ് ചെയ്യാൻ. പല ഡിപ്പാർട്ട്മെന്റിലും നിന്ന് തുണിത്തരങ്ങളൊക്കെ റിസീവ് ചെയ്യണ്ടേ, അതിനെ സ്റ്റോർ ചെയ്യണ്ടേ, ശേഖരിക്കണ്ടേ, സോർട്ട് ചെയ്യണ്ടേ, തരംതിരിക്കണം. വാഷിംഗ്, അത് കഴുകണം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ വേണം. ഓക്കെ, വാഷിംഗ്, ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ, സോയിലിന്റെ മലിനമായിട്ടുള്ള ലിനൻ ലോഡ് ചെയ്യാന് ഒക്കെ ആയിട്ട് അതൊക്കെ വെക്കാനും റിസീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാൻ സോർട്ടിങ് ചെയ്യാൻ വാഷിങ്ങിനും ഒക്കെ ഉള്ള ഏരിയ വേണം. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളുള്ള ഒരു ഏരിയയും വേണം. അടുത്ത് നോക്കിയേ, പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. പിന്നെ എന്തിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം? വാട്ടർ, വെള്ളം വേണ്ടേ, നമ്മൾ പറഞ്ഞതാണ്. വാട്ടർ സപ്ലൈ നല്ല ഉള്ളത് വേണം, പിന്നെ സ്റ്റീം വേണം, അല്ലെങ്കിൽ പവർ ഇലക്ട്രിസിറ്റി വേണം. അപ്പൊ അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം. അങ്ങോട്ടേക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വെള്ളവും കറണ്ടും സ്റ്റീമും ഇതെല്ലാം എത്തിക്കണം. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അടുത്ത് നോക്കിയേ, ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, അതായത് ക്ലീൻ ആയിട്ടുള്ള ലിനൻ പ്രോസസിംഗ് ചെയ്യാനുള്ള റൂം വേണം. പല സ്റ്റെപ്പ് പറഞ്ഞില്ല, അത് പഠിക്കാനുണ്ട് കേട്ടോ, ലിനൻ പ്രോസസിംഗ് ആ സ്റ്റെപ്സുകള്. അപ്പൊ അതിനകത്ത് ക്ലീൻ ലിനൻ എന്താ പറയാ, പ്രോസസ്സിന് അയൺ ചെയ്യണം, പ്രസ് ചെയ്യണം, ഫോൾഡ് ചെയ്യണം, അങ്ങനെയുള്ള ഇതൊക്കെ ബാക്കി പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റൂം വേണം.
ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, ക്ലീൻ ആയിട്ടുള്ള ലിനൻ അതിനെ കൈകാര്യം ചെയ്യാനുള്ള റൂം വേണം. സ്റ്റാഫ് ഫെസിലിറ്റി, സ്റ്റാഫിന്റെ ഉള്ള സൗകര്യങ്ങൾ അതിനുള്ള റൂം വേണം. ഏരിയ ഫോർ അയണിങ്, പിന്നെ പറയുന്നുണ്ട് കേട്ടോ അയൺ ചെയ്യാൻ. സീയിങ്, സീയിങ് എന്ന് വെച്ചാൽ തയ്ക്കുക, എന്തെങ്കിലും കീറിയതൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ വാഷ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല്ലോ, അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടാ കൊടുക്കുന്നത് കേട്ടോ. സീയിങ് ആൻഡ് മെൻറ്റിങ്, മെൻറ്റിങ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക. ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ, ക്ലോത്ത്സുകൾ ഉണക്കാനുള്ള ഏരിയ വേണം. അയണിങ്, സീയിങ്, മെൻറ്റിങ് ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ. അടുത്ത സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഡിസിൻഫെക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ബ്ലീച്ചിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ അത് തയ്യാറാക്കാനുള്ള സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള, അതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ള, സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ വേണം. ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി, കൈകളൊക്കെ കഴുകാനുള്ള സൗകര്യങ്ങൾ വേണം, അതിനൊരു ഏരിയ വേണം. ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തുറന്നു വെച്ചോണ്ട് പോയി ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോവാ അല്ലെ. അപ്പൊ അത് എന്താ പറയാ, അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോർ വേണം ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. കുറെ തുണി കഴുകാനും ഇതിനൊക്കെ ആയിട്ട് സോപ്പും പൗഡറും അല്ലെ, സോപ്പും ഡിറ്റർജൻസും പിന്നെ ഡിസിൻഫെക്ഷനും അങ്ങനെ സ്റ്റിഫാക്കി വെക്കാനുള്ള കംഫർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ലോക്കബിൾ സ്റ്റോർ വേണം. പിന്നെ ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ, വൃത്തിയാക്കിയിട്ടുള്ള എല്ലാം കഴിഞ്ഞാൽ ലിനൻ, ക്ലീൻ ആയിട്ടുള്ള ലിനൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു കൗണ്ടർ വേണം. ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ, ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. അടുത്ത നോക്കി 11ാമത്തെ സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജൻസ്. സ്റ്റോറേജ് പ്ലേസ് വേണം എന്തിനാ, ഫോർ ക്ലീനിങ് ഏജൻസ്, ക്ലീനിങ് ഏജൻസ് ക്ലീൻ ചെയ്യാനുള്ള ഏജൻസ്, സ്റ്റോറിങ് ക്ലീൻ ലിനൻ എക്സെട്ര, ക്ലീൻ ലിനൻ സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ സ്റ്റോറേജ് പ്ലേസ് വേണം. സ്റ്റോറേജ് പ്ലേസ് വേണം എന്തിനാണ്, ക്ലീനിങ് ഏജൻസ് വെക്കാൻ, സ്റ്റോറിങ് ക്ലീൻ ലിനൻ, ക്ലീൻ ആയിട്ടുള്ള ക്ലീൻ ചെയ്ത ലിനൻ സ്റ്റോർ ചെയ്യാൻ സ്റ്റോറേജ് പ്ലേസ് വേണം. അടുത്ത ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ. കേട്ടോ, വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ തുടങ്ങിയ വലിയ കട്ടിയുള്ള ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണ്ടിയിട്ട് ഇനഫ് സ്പേസ്, ആവശ്യത്തിന് സ്പേസ് വേണം. Enough space for heavy equipments like washing machine, squeezer, etc. Enough space for heavy equipments like washing machine, squeezer, etc. അടുത്ത നോക്കിയേ, desk, counters and cabinet to store files and registers. ഡെസ്കുകള്, കൗണ്ടറുകള്, ക്യാബിനറ്റ്സുകള്, ഫയലും രജിസ്റ്ററും ഒക്കെ സൂക്ഷിക്കാനായിട്ട് അതും വേണം. അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് വേണം. ഡെസ്ക്, കൗണ്ടേഴ്സ് ആൻഡ് ക്യാബിനറ്റ്സ് ടു സ്റ്റോർ, എന്തിനാണ്, ടു സ്റ്റോർ ഫയൽസ് ആൻഡ് രജിസ്റ്റർ, ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫയലുകള്, രജിസ്റ്ററുകള് ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? പോയിന്റ്സ് ഒന്ന് വായിച്ചാ പോരെ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി. നമ്മൾ പറഞ്ഞപ്പോ തന്നെ ഏകദേശം നമുക്ക് അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അല്ലെ. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസ് അതിന്റെ പ്രാധാന്യം എന്താണ്? എന്തായിരിക്കും പ്രാധാന്യം? എന്തിനാണ് ഇങ്ങനെ അലക്കലും കഴുകലും പ്രോപ്പറായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സർവീസ് എന്തിനായിരിക്കും? ഹൈജീനിക്. ഓക്കെ, വെരി ഗുഡ്. ഒരു ഹൈജീനിക് ആയിട്ടുള്ള ശുചിത്വപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യാൻ, പിന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. ശരിയാണ്. പിന്നെ വെരി ഗുഡ്. എന്താണ്? പ്രിവെന്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെ തടയാൻ അല്ലേ? നമ്മള് ഇതൊക്കെ ഡ്രസ്സും കാര്യങ്ങളും തുണികളും ഒക്കെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ വലിയ മൈക്രോബ്സ് ഒക്കെ വന്ന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായാലോ അല്ലെ? ആ ഇൻഫെക്ഷനെ തടയാനും ഇപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററും ഡെലിവറി റൂം ഇതൊക്കെ നമ്മള് ഹൈജീനിക് ഏരിയ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ നമ്മള് സ്റ്റെറൈൽ ഏരിയ ആണത്. അപ്പൊ എന്താ പറയാ, അവിടെ ഒന്നും നമ്മൾ അത്രയും നീറ്റായിട്ട് നമ്മള് ഇതാക്കണം. പേഷ്യൻസിനാണെങ്കിലും നമ്മള് ഇത് മാത്രം പോരാ, നമ്മൾ മെഡിസിൻ മാത്രം കൊടുത്താൽ പോരല്ലോ,
ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ഇത് കൂടി കൊടുക്കണ്ടേ അവർക്കുടെ രോഗം മാറാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ എന്താണ് അതിന്റെ പ്രാധാന്യം പറയുന്നത്? ആൻഡ് എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അനുഭവം മെച്ചപ്പെടുത്തുന്നു. ആൻഡ് റിഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ എന്താ? ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ ഒക്കെ പകരുന്നത്. ആ ക്രോസ് കണ്ടാമിനേഷന്റെ ഡേഞ്ചർ, അപകടം ഒരു റിഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുന്നതിനും പേഷ്യൻസിന് നല്ലൊരു അനുഭവം കൂട്ടുന്നതിനും ഇൻക്രീസ് ചെയ്യുന്നതിനും ഒരു എഫിഷ്യന്റ്, കാര്യക്ഷമമായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ലോണ്ടറി ലിനൻ സർവീസ്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അതിന് കഴിയും. അതാണ് ഒരു പ്രധാനം എന്ന് പറയുന്നത്. പേഷ്യൻസിന് നല്ലൊരു അനുഭവം, എക്സ്പീരിയൻസ് കൊടുക്കുക, പിന്നെ ക്രോസ് കണ്ടാമിനേഷന്റെ ഡേഞ്ചർ ഒഴിവാക്കുക, റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. It is necessary to have a clean and hygienic laundry. അത്യാവശ്യമല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഇത്തിരി വൃത്തിയും ഇതൊക്കെ ഉള്ള ആളുകളാണല്ലേ. എല്ലാ ദിവസവും അലക്കലും കഴുകലും കുളിയും നനയൊക്കെ ഇല്ല എല്ലാവർക്കും. It is necessary to have a clean and hygienic laundry. ഒരു ക്ലീൻ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറി എന്താണ്? അത്യാവശ്യമാണ്. Which would ensure a safe environment for patient and prevent spread of infection. Okay, which would ensure ഉറപ്പുവരുത്തുക a safe environment, ഒരു സുഖപ്രദമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ആർക്കൊക്കെ? for patient and prevent spread of infection, പേഷ്യൻസിന് എൻഷുർ ചെയ്യുക അല്ലേ. which would ensure a safe environment for patient, പേഷ്യൻസിന് ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുക. ആക്ട് അതിന്റെ ഒപ്പം തന്നെ എന്താ? പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. കണ്ടോ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുക, പ്രിവെന്റ് ചെയ്യുക, തടയുക. thus it helping, അതുകൊണ്ട് എന്തിനൊക്കെ സഹായിക്കും? പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. A clean and hygienic laundry helps in dash. എന്തിനൊക്കെ സഹായിക്കുക? A clean and hygienic laundry help in preventing transmission of infection. Infection transmit ചെയ്യുന്നത്, പകരുന്നത് പ്രിവെന്റ് ചെയ്യാൻ, തടയാൻ സഹായിക്കും. Preventing transmission of infection. Infection ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്നു. പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന് കംഫർട്ട്, സുഖപ്രദവും അതുപോലെ സംതൃപ്തിയും നൽകുന്നു. ഉണ്ടോ? പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ദെൻ എസ്തെറ്റിക് വാല്യൂ, സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മൂല്യം. അതായത് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സൗന്ദര്യം അല്ലേ. നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു കംഫർട്ട് ആയിട്ടുള്ള നല്ല അലക്കി തേച്ച് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞ ഒരു നമ്മളെ തന്നെ കാണാൻ ഒരു സൗന്ദര്യം അല്ലേ. മുഷിഞ്ഞ് കൊള്ളില്ലാത്ത ഡ്രസ്സ് ഇടുന്നതാണോ നല്ല അലക്കി തേച്ചിടുന്ന നല്ല ഡ്രസ്സ്, അത് നമുക്കിടെ ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള വാല്യൂ, എസ്തെറ്റിക് വാല്യൂ, അത് അതിന് ഹെൽപ്പ് ചെയ്യുന്നു. Then പോസിറ്റീവ് പബ്ലിക് ഇമേജ്, നല്ലൊരു ഒരു പബ്ലിക് ഇമേജ് കൂട്ടാനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഇമേജിനും ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. എല്ലാവരും പൊതുവെ പറയാം നല്ല നീറ്റ് ആണ്, ക്ലീൻ ആണ്, ആ ഹോസ്പിറ്റലിലെല്ലാം നല്ല നീറ്റ് ആണ് അല്ലെ. ഒരു പബ്ലിക്കിന് നല്ലൊരു ഇത് കിട്ടും അല്ലെ. പബ്ലിക് ഇമേജ് പോസിറ്റീവ് ആക്കുക, അതായത് പോസിറ്റീവ് പബ്ലിക് ഇമേജിനും ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? നോക്കി 4 പോയിന്റ്സ് നോക്കി. ഓക്കെ, എസ്തെറ്റിക് എന്ന് വെച്ചാൽ സൗന്ദര്യാത്മക മൂല്യം. എസ്തെറ്റിക് വാല്യൂ, സൗന്ദര്യാത്മക മൂല്യം അല്ലേ. നല്ല നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അല്ലെ. ഒരു ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി, നല്ല അലക്കി തേച്ച് നല്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സ്, ഒരു തുണിത്തരങ്ങള്, അതിനൊരു നല്ലൊരു മൂല്യമാണ്. ടിപ് ടോപ്പ് അല്ലെ. അതായത് നല്ല നമ്മൾ പറയുന്നത് ടിപ് ടോപ്പ് ആവുന്നത് അല്ലെ. അതായത് അതിനൊരു സൗന്ദര്യാത്മകം, അത് കാണാൻ തന്നെ ഭംഗിയാണ് അല്ലെ. അതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് എസ്തെറ്റിക് വാല്യൂ, സൗന്ദര്യാത്മക മൂല്യം. പോസിറ്റീവ് പബ്ലിക് ഇമേജ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു പബ്ലിക് ഇമേജ്
നിർത്താനും ഹെൽപ്പ് ചെയ്യുന്നു. 4 പോയിന്റ്സ് നോട്ട് ചെയ്തോ കേട്ടോ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത് നോക്കിയേ, പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് റിലൈസ് ഓൺ, എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? പ്ലാനിങ്, ഒരു ആസൂത്രണം, ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ്, അതിന്റെ പ്ലാനിങ് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്നു? എന്തിനൊക്കെയാ? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ വലിപ്പം നമുക്ക് എന്താ സൈസ് അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം അല്ലെ. ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് അതിനെ നമുക്ക് ആസൂത്രണം ചെയ്യാം. എങ്ങനെ വേണം, അല്ലെങ്കിൽ എത്ര ബിൽഡിംഗ് അതിന് കൊടുക്കണം അല്ലെ, എത്ര സ്റ്റാഫുകൾ വേണം. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്ലാനിങ് എങ്ങനെയൊക്കെ ചെയ്യണം, അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. ദെൻ കൈൻഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ തരം, കണ്ടോ ഏത് തരം ഹോസ്പിറ്റൽ ആണ്, ഹോസ്പിറ്റലിന്റെ തരം അതിനെ ആശ്രയിച്ചിരിക്കും. അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്, അവൈലബിലിറ്റി, ലഭ്യത, ലിനൻ ആൻഡ് ലോണ്ടറി സർവീസിന്റെ അവൈലബിലിറ്റി, ലഭ്യത എവിടെയാണ്? കിങ് എന്നാണോ? കൈൻഡ് എന്നാട്ടോ, അത് കൈൻഡ് ആണ് കേട്ടോ, KIND, കൈൻഡ് എന്നാണത്. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ, ഹോസ്പിറ്റലിന്റെ തരം. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്തേക്കണേതോ അതാണ് അല്ലെ. ഓക്കെ, കൈൻഡ് ഓഫ്, ഞാൻ വായിച്ചപ്പോ അങ്ങോട്ട് വായിച്ചു പോയതാണ്. ഇതിനകത്ത് ഇവിടെ ഷെയർ ചെയ്തേക്കണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, കൈൻഡ് ആണ്. ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ച് പ്ലാനിങ് വ്യത്യാസപ്പെടാം. അടുത്ത് നോക്കി, അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിങ് ഏരിയ. ഇനി നമുക്ക് ഈ ഇപ്പൊ എല്ലാവരും നമുക്ക് എന്താ പറയാ, ഹോസ്പിറ്റലിൽ തന്നെ ഇത് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഔട്ട്സോഴ്സിനെ ആശ്രയിക്കാം, കരാർ കൊടുക്കാം അല്ലെ. കുറെ തുണികളില്ലേ ഹോസ്പിറ്റലിൽ, അപ്പം കുറച്ച് വേണമെങ്കിൽ നമുക്ക് എന്താ കരാർ കൊടുക്കാം. അതായത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അത്രയും വേണം, അതിനുവേണ്ടി വലിയ വിലപിടിപ്പുള്ള മെഷീൻസ് കൊണ്ടുവരണം അല്ലെ, വാഷ് ചെയ്യാനായിട്ട്, അയൺ ചെയ്യാൻ, അങ്ങനെയൊക്കെ ഡ്രയർ അങ്ങനെയൊക്കെ ആയിട്ട് അതിന് ഡിറ്റർജൻസ് കാര്യങ്ങൾ കുറയും. അപ്പൊ കുറെ ചെലവ് ഹോസ്പിറ്റലിന് വരും അല്ലെ. അപ്പൊ എന്താ പറയാ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ അലക്കി കഴുകിയൊക്കെ തരുന്ന ഒരു ലോണ്ടറി ലിനൻ സർവീസ് പുറമെ അവൈലബിൾ ആണെങ്കിൽ അല്ലെ, അപ്പൊ നമുക്ക് അതിനെ ആശ്രയിച്ചിരിക്കാൻ പ്ലാൻ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് നമുക്ക് അവിടെ കൊടുക്കാലോ. നമ്മുടെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളില് ലിനൻ ലോണ്ടറി സർവീസിന്റെ അവൈലബിലിറ്റി, ലഭ്യത തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നല്ല കുറച്ച് റേറ്റിന് കുറഞ്ഞ് നമുക്ക് ചെയ്തു തരും. നമുക്ക് അങ്ങനെ കരാറ് കൊടുക്കുകയാണെങ്കിൽ അവര് ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കൊടുത്താൽ പോരെ, അതല്ലേ നല്ലത്? നിങ്ങൾ കൊടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ? തേക്കാനൊക്കെ കൊടുക്കാറില്ലേ നിങ്ങള്? നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ അയണിങ് തേച്ച് കിട്ടുന്ന ഇതുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ അവിടെ കൊടുക്കും അല്ലേ, എളുപ്പല്ലേ? നമ്മൾ തേക്കുമ്പോ കറണ്ട് ബില്ല് കൂടുതലാവും, നമുക്ക് സമയം കൂടുതലാവും അല്ലേ. അപ്പൊ കുറഞ്ഞ ഇതിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് പറഞ്ഞേക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ലോണ്ടറി ലിനൻ സർവീസ്, ഹോസ്പിറ്റലിലല്ല പുറത്ത്, ഹോസ്പിറ്റലിന് പുറത്ത് തന്നെ ഇങ്ങനെയുള്ള ഒരു സർവീസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിന്റെ അവൈലബിലിറ്റി നോക്കാം. പിന്നെ വെതർ കണ്ടീഷൻസ്, വെതർ നോക്കാം, കാലാവസ്ഥ. ദെൻ ടൈപ്പ് ഓഫ് ക്ലൈന്റൽ, ക്ലൈന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടപാടുകാര്, ക്ലൈന്റൽ ഇടപാടുകാര് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ തരം, ഏത് തരത്തിലുള്ള ക്ലൈന്റ് ആണ് അതുകൂടി നോക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്ലാനിങ്, ലോണ്ടറി ലിനൻ അതിന്റെ ആസൂത്രണം നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആശ്രയിച്ചിരിക്കും. സൈസ് ഓഫ് ഹോസ്പിറ്റൽ അത് വ്യത്യാസപ്പെടാം, അതാണ്ടോ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ലിനൻ ലോണ്ടറി സർവീസിന്റെ അതിനു വേണ്ടിയുള്ള പ്ലാനിങ് ഫോർ എന്തിനാ, ലിനൻ ആൻഡ് ലോണ്ടറി സർവീസിന്റെ പ്ലാനിങ് ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിനിങ് ഏരിയ, വെതർ കണ്ടീഷൻ, ടൈപ്പ് ഓഫ് ക്ലൈന്റൽ. Mechanist laundry service has been established as the best method for washing linen. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത്, മെക്കാനിസ്റ്റ് അതായത് മെഷീൻസുകളില്ലേ, മെഷീൻസ് വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ നോക്കിയേ, അതിലൊരു ഡിഫറൻസ് ഇല്ലേ? നമ്മൾ വീട്ടില് നമ്മൾ കല്ലിലെടുത്ത് അലക്കുന്നതും അല്ലെങ്കിൽ മെഷീനിൽ അലക്കുന്നതിലും തന്നെ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോട്ടെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ കാര്യത്തില് ഒരു 5-8 പേർക്ക് നിന്ന് ഇങ്ങനെ അലക്കി കഴുകി പിഴിഞ്ഞൊക്കെ എടുക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അവിടെ ഏതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്?
ഒരു മെഷീൻ വെച്ചിട്ട് അല്ലെ, മെക്കാനിസ്റ്റ് ലോണ്ടറി സർവീസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ബെസ്റ്റ് മെത്തേഡ് ഓഫ് വാഷിംഗ് ലിനൻ. അതായത് മെഷീൻസുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ബെസ്റ്റ് മെത്തേഡ്, തുണിത്തരങ്ങൾ വാഷ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി കൺവീനിയന്റ്, ഇത് കൺവീനിയന്റ് മാത്രമല്ല, കുറച്ചുകൂടി സേഫ് ആണ്. പിന്നെ അതുപോലെ നോക്കിയേ, കൺവീനിയന്റ് മാത്രമല്ല, സേഫ് ആണ്, ഡിപ്പെൻഡബിൾ ആൻഡ് ചീപ്പർ വെൻ കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്. മറ്റുള്ള മെത്തേഡുകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എങ്ങനെയാണ്? കൺവീനിയന്റ്, അത് കുറച്ചുകൂടി സുഖപ്രദമാണ്, സുരക്ഷിതമാണ്, ഡിപ്പെൻഡബിൾ ആണ്, ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്, ആൻഡ് ചീപ്പർ, കുറച്ച് എന്താ പറയാ അധികം കോസ്റ്റ് ഒന്നും ആവില്ല, അത് എന്താ പറയാ ചീപ്പറാണ്. ഇപ്പൊ നോക്കിയാൽ നമ്മളൊരു 10 പേര് നിന്ന് വിളിച്ചലക്കാൻ നിർത്തുമ്പോ കുറഞ്ഞത് 1000 രൂപയെങ്കിലും കൊടുക്കണം അല്ലേ? 10 പേര് ഒരു ദിവസം അലക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ 1000 രൂപ വെച്ച് ആകുമ്പോഴത്തേക്കും കൂട്ടി നോക്കി എത്ര രൂപയായി? 10000 രൂപയായി അവിടെ. അപ്പൊ നമ്മളൊരു മെഷീനിലാണെങ്കിൽ നമ്മൾ അതിന്റെ അത്രയും ഇത് വരുമോ? ഒരു പ്രാവശ്യം മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പർ റേറ്റ് കുറവിന് മെഷീനിൽ തന്നെ വാഷ് ചെയ്തെടുക്കാൻ പാടില്ലേ? എടുക്കാൻ പറ്റില്ലേ? അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സേഫ് ആണ്, ഡിപ്പെൻഡബിൾ ആണ്, നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആളുകളാണെങ്കിൽ ചിലപ്പോൾ 10 ദിവസം വരില്ല അല്ലെ? സോ ഒരു ദിവസം അല്ലെങ്കിൽ കഴിയുമ്പോ അയ്യോ വയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വേണമെങ്കിൽ ഒഴിവെടുക്കാം. ഇത് നമുക്ക് എപ്പോഴും ആശ്രയിക്കാവുന്നതാണത് അല്ലെ? ഡിപ്പെൻഡബിൾ ആണത്, ചീപ്പർ ആണ്, വില കുറവാണ്, ഏതുമായിട്ട് മറ്റുള്ള മെത്തേഡുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. ഒന്ന് വായിച്ചു നോക്കിയത്. കൺവീനിയന്റ് എന്ന് വെച്ചാൽ സൗകര്യപ്രദം, നമുക്ക് കുറച്ചുകൂടി സൗകര്യമല്ലേ അത്? നമ്മൾ അലക്കുന്നതും അല്ലെങ്കിൽ നമുക്കത് മെഷീനിലേക്ക് ഇടുന്നത് നമ്മളൊന്നും അറിയണ്ട, മെഷീനിൽ ഇട്ടാ പോരെ അല്ലേ? കൺവീനിയന്റ്, സൗകര്യപ്രദം, അതാ 3 എണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ അത്. ഇത് വായിച്ചു നോക്കിയേ. എവിടെയാ? സ്ക്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഴിയാനുള്ളത് കേട്ടാ, സ്ക്യൂസ് ചെയ്യാന്നുള്ളത്. സ്ക്യൂസർ ആ പോയിന്റ്സിലല്ലേ വന്നത്? ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ്സ് ലൈക്ക് വാഷിംഗ് മെഷീൻ വെക്കാന് സ്ക്യൂസർ. സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ പിഴിയുക, പിഴിയാനുള്ള ഇത്, ആ മെഷീൻ വെക്കാനായിട്ടുള്ള ആവശ്യത്തിന് സ്പേസ് വേണമെന്നുള്ളത് കേട്ടോ. ഓക്കെ, സ്ക്യൂസർ. സ്ക്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പിഴിയുക. സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ പിഴിയാനുള്ള ഉപകരണമാണ്. അങ്ങനെയുള്ള മെഷീനുകൾ വാഷ് ചെയ്യാനും പിഴിയാനും ഒക്കെ ഉള്ള രീതി. ഓക്കെ, ക്ലിയർ ആയോ അത്രയും കാര്യങ്ങള്? മെക്കാനിസ്റ്റ് ലോണ്ടറി സർവീസ്, അതിന്റെ അഡ്വാൻറ്റേജ് സേഫ് ആണ്, കൺവീനിയന്റ് ആണ്, നമുക്ക് എപ്പോഴും ഡിപ്പെൻഡബിൾ ആണ്, ചീപ്പർ ആണ്, മറ്റുള്ള മെത്തേഡുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ അടുത്തത് തുടങ്ങുന്നില്ല, ഔട്ട്സോഴ്സിംഗ് ആണ് പറഞ്ഞ കുറച്ചുണ്ട്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പൊ ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ബൈ.